ചോറ്റാനിക്കരയിൽ 16-കാരിയായ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ദുരൂഹത. നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ കുട്ടിയുടെ ഫോൺ കഴിഞ്ഞ ദിവസം തുറന്നു പരിശോധിച്ചെങ്കിലും കാരണം കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. എന്നാൽ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച കൊറിയൻ സുഹൃത്തിനെ പറ്റി ഒരു തെളിവും ഫോണിലില്ല. ഫോണിലെ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. കഴിഞ്ഞ 27-നാണ് തിരുവാംകുളം ശാസ്തമുകളിലെ പാറമടയിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്കൂളിലേക്ക് പോയ +1 വിദ്യാർത്ഥിനിയെ വീടിനടുത്തുള്ള പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട കൊറിയക്കാരനായ ആൺ സുഹൃത്ത് മരിച്ചതിൽ മനംനൊന്ത് ജീവനൊടുക്കുന്നുവെന്ന കുറിപ്പ് കണ്ടെടുത്തിരുന്നു. ജനുവരി 1-ന് പരിചയപ്പെട്ട കൊറിയൻ സുഹൃത്ത് 19-ാം തീയതി മരിച്ചുവെന്നും താൻ കടുത്ത ദുഃഖത്തിലാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പെൺകുട്ടി അറിയിച്ചിരുന്നു. ശാസ്താമുകളിന് സമീപം കക്കാട് വർഷങ്ങളായി പ്രവർത്തിക്കാതെ കിടക്കുന്ന പാറമടയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 7:45-നും ചോറ്റാനിക്കരയിലെ സ്കൂളിലേക്ക് പോകാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പെൺകുട്ടി. പാറമടയുടെ കരയിൽ സ്കൂൾ ബാഗ് കണ്ട് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് വെള്ളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ബുക്കിൽ നിന്നാണ് 2 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് കിട്ടിയത്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ആൺ സുഹൃത്ത് കഴിഞ്ഞ 19-ാം തീയതി മരിച്ചെന്നും ഇതിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്തതെന്നും കത്തിലുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. എന്നാൽ ഈ പെൺകുട്ടി കബളിപ്പിക്കപ്പെട്ടതാണോ എന്ന സംശയവും പോലീസിനുണ്ട്. കൊറിയൻ സുഹൃത്തിന്റെ അക്കൗണ്ട് വ്യാജമെന്ന് സംശയമുണ്ടെന്ന് പെൺകുട്ടി പഠിച്ച സ്കൂളിലെ അധ്യാപകരും വെളിപ്പെടുത്തിയിരുന്നു. അക്കൗണ്ടിൽ 19 ഫോളോവേഴ്സ് മാത്രമാണുള്ളത്. അതിൽ തന്നെ കുട്ടിയുടെ സുഹൃത്തുക്കളും ഉൾപ്പെടുന്നുണ്ട്. സ്കൂളിലെ മറ്റു കുട്ടികളും കൊറിയൻ അക്കൗണ്ടുകളുടെ ഫോളോവേഴ്സാണെന്നും ആശങ്കയുണ്ടെന്നും അധ്യാപകർ പറഞ്ഞു. എത്രയും പെട്ടെന്ന് കുട്ടിയുടെ ഫോൺ പരിശോധിക്കണമെന്നും അധ്യാപകർ ആവശ്യപ്പെടുകയും ചെയ്തു. മരണം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ തുറന്നു പരിശോധിക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ ഇതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക്മെയിലിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ചതിക്കുഴികൾ ഉണ്ടോ എന്ന് വ്യക്തമാകൂ. അതേസമയം തന്നെ ഏറെ സ്നേഹിക്കുന്ന അച്ഛനെയും അമ്മയെയും ഓർത്ത് വിഷമമുണ്ടെന്നും എന്നാൽ സുഹൃത്തിന്റെ മരണം താങ്ങാനാവുന്നില്ലെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പെൺകുട്ടി എഴുതിയിരിക്കുന്നത്. കൊറിയൻ ഭാഷയിലുള്ള കുറിപ്പുകളും പുസ്തകത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. അതേസമയം സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നില്ല എന്നാണ് ബന്ധുക്കളും വീട്ടുകാരും പറയുന്നത്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ട് തന്നെ കുറെ ദിവസങ്ങളായി. ഇതിനെപ്പറ്റി അന്വേഷണം നടക്കുന്നില്ല. എന്തായാലും കഴിഞ്ഞ മാസമാണ് പെൺകുട്ടിയുടെ ആത്മഹത്യ നടന്നിരിക്കുന്നത്.